ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB MD ആൻഡ് CEO ഷെയർവെൽത്ത് സെക്യൂരിറ്റീസ് ലിമിറ്റഡ് ആണ്. ഒപ്പം സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഇനീഷ്യലി വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജാപ്പനീസ് മാർക്കറ്റ് ഒഴികെ മറ്റ് മാർക്കറ്റുകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു മിക്സഡ് ട്രെൻഡാണ് ഏഷ്യയിൽ കാണുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ വെള്ളിയാഴ്ച വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ കമോഡിറ്റി, പ്രത്യേകിച്ച് ഗോൾഡ് വെള്ളിയാഴ്ച നല്ല രീതിയിലുള്ള സെൽ ഓഫ് ആണ് ഗോൾഡിൽ കണ്ടത്. അറൗണ്ട് $80 പെർ ഔൺസ് സെൽ ഓഫ് കണ്ടിരുന്നു. ഇന്ന് മോർണിംഗിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. $2315 പെർ ഔൺസിനാണ് ഓഗസ്റ്റ് ഫ്യൂച്ചേഴ്സ് ട്രേഡ് ചെയ്യുന്നത്. മറ്റു കമോഡിറ്റികളെല്ലാം തന്നെ വെള്ളിയാഴ്ച പ്രോഫിറ്റ് ബുക്കിങ്ങിൽ താഴെ ആയിരുന്നു. ഇന്ന് ആ ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രേഡിംഗ് ആണ്. നമ്മളെ സംബന്ധിച്ച് ഇന്ന് മേജറായിട്ടുള്ള ന്യൂസ് ഫ്ലോ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റാണ്. പോർട്ട്ഫോളിയോ അലോക്കേഷനൊന്നും നടന്നിട്ടില്ല ഇതുവരെ. ഇന്നോ നാളെയൊക്കെ ആയിട്ട് അലോക്കേഷൻ വന്നേക്കാം. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന പ്രമുഖ മന്ത്രിമാർ അതാത് വകുപ്പുകൾ കൈകാര്യം ചെയ്യാനാണ് ചാൻസസ് കൂടുതൽ. അങ്ങനെ വരികയാണെങ്കിൽ പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പ്രത്യേകിച്ച് റെയിൽവേസ്, ഡിഫൻസ്, ഹോം, അതുപോലെ തന്നെ ഫിനാൻസ് ഒക്കെ അതിലെന്തെങ്കിലും ചേഞ്ച് വരുമോ നമുക്ക് പറയാനായിട്ട് കഴിയില്ല. അത് വന്നതിന് ശേഷം മാത്രമേ നമുക്കറിയുള്ളൂ. ഇനി നമ്മൾ നമ്മുടെ മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജൂൺ 3, ജൂൺ 4 തീയതികളിൽ നമ്മൾ വലിയ വൊളാറ്റിലിറ്റി കണ്ട ദിവസങ്ങളായിരുന്നു. അന്ന് നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്. നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ് വലിയ രീതിയിൽ നല്ല ഡിസിഷൻ എടുത്തിട്ടുള്ളത് ഈ 2 ദിവസവും. നമ്മൾ ജൂൺ 3 തീയതി നോക്കുകയാണെങ്കിൽ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് 6617.32 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. മ്യൂച്വൽ ഫണ്ടുകൾ 3072.85 കോടി രൂപയ്ക്കുള്ള ഷെയറുകൾ വാങ്ങിയിരുന്നു. പക്ഷേ ജൂൺ 3 നമ്മുടെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 8587.5 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിറ്റിരിക്കുകയാണ്. ഹയർ ലെവലിൽ വിറ്റിരിക്കുകയാണ്. ഇനി ജൂൺ 4 കണക്ക് നോക്കുകയാണെങ്കിൽ ജൂൺ 4 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് 21178.94 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളാണ് വാങ്ങിയിട്ടുള്ളത്. ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് അന്ന് 12511 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിൽക്കുകയാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ 6249.1 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ വിൽക്കാനുണ്ടായത്. അപ്പോൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡിസിഷനാണ് നമ്മൾ ഈ 3ഉം 4ഉം തീയതികളിൽ സക്സസ്ഫുള്ളായിട്ട് കണ്ടിട്ടുള്ളത്. ഡൊമസ്റ്റിക് ഫണ്ടുകളും ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ ഒരു ഓപ്പോസിറ്റ് ഡിസിഷനാണ് ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ ഇപ്പോൾ ഡിക്റ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സാണ്. ഓരോ ലോവർ ലെവലിലും നമ്മുടെ ഡൊമസ്റ്റിക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് ആണ് മാർക്കറ്റിനെ സ്ട്രോങ് ആയിട്ട് നിർത്തുന്നത്. തീർച്ചയായിട്ടും ഇനി അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചിട്ടുള്ള പോലെ കോലേഷൻ റിസ്ക് ഒക്കെ മാർക്കറ്റിലുണ്ടാവാം. സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ഒരു ചെറിയ കല്ലുകടിയൊക്കെ വരുന്നുണ്ട് മാർക്കറ്റിൽ. സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം രാജിവെച്ചേക്കെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ NCP ആദ്യത്തെ ദിവസം തന്നെ മാറിയിരിക്കുകയാണ്. ഒപ്പം എങ്ങനെയാണ് ഈ പുതിയ ഗവൺമെൻറ്റിൽ കോലേഷൻ പൊളിറ്റിക്സ് എങ്ങനെയാണ് മുന്നേറുന്നത്, അതിനനുസരിച്ചുള്ള റിയാക്ഷനൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത 2-3 വർഷത്തേക്ക് തീർച്ചയായിട്ടും ഒരു ശ്രദ്ധ കോലേഷൻ പൊളിറ്റിക്സിലും കൂടി കൊടുക്കണം. കാരണം ഗവൺമെൻറ് സ്റ്റെബിലിറ്റി തന്നെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനും എക്കണോമിക്കും ഒക്കെ വളരെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് അത് വാച്ച് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ GRSക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ഓർഡർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് 126.15 കോടി രൂപ ഓർഡർ കിട്ടുന്നത് ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്നാണ്. ഒപ്പം നമ്മുടെ റെയിൽവേ സ്റ്റോക്കുകൾ ടിറ്റഗ്ര റെയിൽവേ സിസ്റ്റം, ടെക്സ്മാക്കോ, ജൂപ്പിറ്റർ വാഗൺസ്, BEML, RK ഫോർജിങ്സ്, അതുപോലെ തന്നെ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള BHAL, ഈ സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിലുള്ള ബൈങ്ങിൽ ലോവർ ലെവലിൽ കാണാനുള്ള ചാൻസസ് ഉണ്ട്. പൊതുവേ റെയിൽവേ റിഫോംസ് റിവേഴ്സ് ചെയ്യാൻ പറ്റാത്ത റിഫോംസ് ആണ്. അതുകൊണ്ട് ഏത് മിനിസ്റ്റർ വന്നു കഴിഞ്ഞാലും റിഫോംസ് ക്യാരി ഫോർവേഡ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. ഒപ്പം ബജാജ് ഓട്ടോ ഛേദക് EV 2901 എന്ന് പറയുന്നിട്ടുള്ളൊരു മോഡൽ ഇറക്കുകയാണ്. 95,988 രൂപയാണ് വണ്ടിയുടെ വില.
123 കിലോമീറ്ററാണ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും മൈലേജ് കൂടിയിട്ടുള്ള വണ്ടിയാണ്. EV ആണ്. തീർച്ചയായിട്ടും ചേതക്ക് നല്ല രീതിയിലാണ് ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ സെയിൽസ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബജാജ് ഓട്ടോനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. നമ്മുടെ ഒരു സ്ട്രോങ് ഓട്ടോമൊബൈൽ പിക്കും കൂടിയാണ്. 10,000 രൂപ പെർ ഷെയർ ക്രോസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് കാണുന്നത്. കോറാമണ്ഡൽ ഇൻ്റർനാഷണൽ നാനോ ഫെർട്ടിലൈസർ പ്രോജക്റ്റ് കാക്കിനാഡയിൽ ആന്ധ്രാപ്രദേശിൽ ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ തന്നെ സ്ട്രോങ് പിക്കുകളിലൊന്നാണ്. വീണ്ടും മുന്നേറാനുള്ള ചാൻസ് തന്നെയാണ് കാണുന്നത്. റിലയൻസ് ഇൻഫ്ര 4 സബ്സിഡിയറികൾ ഫോം ചെയ്തിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി അതുപോലെ തന്നെ റിലേറ്റഡ് ആക്ടിവിറ്റികൾക്കാണ്. അതോടൊപ്പം തന്നെ ഫോറിൻ കൺവെർട്ടബിൾ ബോണ്ടുകളും കൂടി ലോഞ്ച് ചെയ്യാൻ പോവാണ്. തീർച്ചയായിട്ടും ഫോറിൻ കറൻസി കൺവെർട്ടബിൾ ബോണ്ടുകൾ 3,000 കോടി രൂപ ലോഞ്ച് ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളാണ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഗോദാവരി പവർ ആൻഡ് ഡിസ്പാറ്റ് ബൈബാക്ക് അനൗൺസ് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും അത് പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ആയിരിക്കും. കാരണം ഫണ്ടമെൻ്റലി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് ഗോദാവരി ഫെർട്ടിലൈസർ. പഞ്ചാബ് നാഷണൽ ബാങ്ക് എക്സ്പാൻഷൻ പ്ലാൻ ചെയ്യാണ്. മിഡിൽ ഈസ്റ്റിൽ അവർ പുതിയ റെപ്രസെൻറ്റേറ്റീവ് ഓഫീസും കൂടി തുടങ്ങാൻ പോവാണ്. പോസിറ്റീവ് ന്യൂസാണ്. റെയിൽടെയിലിന് 81.6 കോടി രൂപ ഓർഡർ കിട്ടിയിട്ടുണ്ട്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററിൽ നിന്നാണ്. അതും പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ അഡാനി ഗ്രീൻ വലിയ രീതിയിലാണ് ശ്രീലങ്കയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. 2 വിൻ പ്രൊജക്റ്റുകളിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. $1 ബില്യൺ ആണ്. വളരെ പ്രോഫിറ്റബിലിറ്റി ഉള്ള ഒരു പ്രൊജക്റ്റാണ് അഡാനി ഗ്രീനിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അവിടുത്തെ ഗവൺമെൻറ് സപ്ലൈ ചെയ്യുന്ന റേറ്റിനേക്കാളും കുറവാണ് അഡാനി ഗ്രീന് ഓഫർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രീലങ്കൻ റുപ്പി നമ്മൾ കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യൻ റുപ്പിയിൽ കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ പവർ പർച്ചേസ് അഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുന്നത് അഡാനി ഗ്രീൻ അടക്കം സൈൻ ചെയ്ത് വിൻ പവറൊക്കെ സൈൻ ചെയ്ത് അറൗണ്ട് 2.5 രൂപ പെർ യൂണിറ്റ് അല്ലെങ്കിൽ 3 രൂപയാണ് മാക്സിമം. പക്ഷേ അഡാനിയുടെ ശ്രീലങ്കയിലത്തെ പ്രൈസ് വരുന്ന അറൗണ്ട് 6.93 രൂപയാണ്. വളരെ ഹൈ പ്രോഫിറ്റബിലിറ്റിയാണ് ഈ പ്രൊജക്റ്റിൽ നിന്ന് അഡാനിക്ക് കിട്ടാൻ പോകുന്നത്, അഡാനി ഗ്രീനിനും കിട്ടാൻ പോകുന്നത്. JK ടയർ പുതിയ അഡ്വാൻസ്ഡ് സ്മാർട്ട് ടയർ ലോഞ്ച് ചെയ്യുകയാണ് അടുത്ത വർഷം. കാറുകൾക്കും കമേഴ്ഷ്യൽ വെഹിക്കിൾക്കുള്ള യൂസിന് വേണ്ടിയാണ്. അതായത് ഒരു സെൻസർ ടയറിൻ്റെ ഉള്ളിൽ എംബഡ് ചെയ്യും. ആ സെൻസറിൽ നിന്ന് ടയറിൻ്റെ ഹെൽത്തിനെ കാണിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കിട്ടും. പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് JK ടയറിനെ സംബന്ധിച്ച്. IDBI ബാങ്കിന് IT റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. 2,701.62 കോടി രൂപയാണ്. 2016-17 അസസ്മെൻറ്റ് ഇയറിലെത്തിയാണ്. IDBI ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. പൊതുവെ IDBI ബാങ്ക് നല്ല ന്യൂസ് ലോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് കാൻഡിഡേറ്റും കൂടിയാണ്. ഗവൺമെൻറ്റും LICയും സ്റ്റേക്ക് വിൽക്കാനുള്ള കാര്യങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ ത്വരിതപ്പെടുത്തും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനും കൂടിയുണ്ട്. KEC ഇൻ്റർനാഷണൽ 1,061 കോടി രൂപ ഓർഡറും കൂടി കിട്ടിയിരിക്കുകയാണ്. പൊതുവെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് ലോസ് ഒക്കെ പോസിറ്റീവാണ്. ഇനി ഗവൺമെൻറ് ഫോർമേഷൻ്റെ ഇനീഷ്യൽ ലെവലൊക്കെ കഴിഞ്ഞു. ഇനി പോർട്ട്ഫോളിയോ അലോക്കേഷനാണ്. അതോടൊപ്പം തന്നെ ഗ്ലോബൽ സെൻറ്റിമെൻറ്റും ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസ് ഫ്ലോസാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നല്ല ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂയിലുള്ള ഇൻവെസ്റ്റേഴ്സിന് ഓരോ മാർക്കറ്റ് ഫാളിലും ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള അവസരം കൂടി ലഭിക്കുകയാണ്. ഒപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല പ്രോഫിറ്റബിലിറ്റി ഉള്ള സ്റ്റോക്കുകളിലൊക്കെ കുറേയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്ന കാര്യം നന്നായിരിക്കും. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള കീ ഇവൻ്റ് ജൂലൈ മാസത്തിൽ വരാൻ പോകുന്ന ബഡ്ജറ്റാണ്. ബഡ്ജറ്റിൽ ഡിപ്പെൻഡ് ചെയ്തായിരിക്കാം മാർക്കറ്റിലുള്ള മൂവ്മെൻ്റൊക്കെ. ഒപ്പം കോലേഷൻ്റെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളും വളരെ വാച്ച്ഫുള്ളായിരിക്കണം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. ഞാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.